Hello everyone, welcome back to Max Study. In this video, we will discuss the rank. What is the rank of this matrix? So first of all, rank is a matrix rank is the So we will rank is the matrix rank is So rank is a matrix rank is linearly independent ആയിട്ട് എത്ര റോസ് അല്ലെ കോളംസ് ഉണ്ട് റോസ് അല്ലെങ്കിൽ കോളംസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് റോ അല്ലെങ്കിൽ കോളംസ് ഏതെടുത്താലും കുഴപ്പമില്ല ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റോ അല്ലെങ്കിൽ കോളംസിന്റെ നമ്പർ ആണ് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഓർ കോളംസ് അതിനെയാണ് നമ്മൾ റാങ്ക് ഓഫ് ദ മാട്രിക്സ് എന്ന് പറയാം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ ഒരു 2x2 മാട്രിക്സ് എടുക്കുന്നുണ്ട് സോ ഞാൻ ഫസ്റ്റ് കോളം 1 2 എന്നും സെക്കൻഡ് കോളം 2 4 എന്നും എടുത്തു സോ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 1 2 അതായത് ഫസ്റ്റ് കോളത്തിന് ഇതാണ് നമ്മൾ ഫസ്റ്റ് കോളം 1 2 ഫസ്റ്റ് കോളത്തിന് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 4 സെക്കൻഡ് കോളം കിട്ടും So first കോളത്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് സെക്കൻഡ് കോളം അതായത് ഇത് ലീനിയർലി ഡിപെൻഡന്റ് ആണ് ഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോളം ഉണ്ടാവുന്നത് ഫസ്റ്റ് കോളത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷമാണ് സോ സെക്കൻഡ് കോളം ഫസ്റ്റ് കോളത്തിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത് സോ ഡിപെൻഡന്റ് ആണ് ഇൻഡിപെൻഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കണം അതായത് ഒരു കാരണവശാലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടില്ല 1 2 0 3 എടുത്തു എന്ന് വെച്ചു അപ്പോൾ ഈ മാട്രിക്സിനകത്ത് നമുക്ക് 1 2 1 ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം 0 3 ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല ഇനി കോളം മാറ്റി റോ എടുക്കുകയാണെങ്കിൽ അതായത് 1 0 ആണ് ഫസ്റ്റ് റോ വരുന്നത് സെക്കൻഡ് റോ വരുന്നത് 2 3 ആണ് ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആണ് അതായത് ഇതിന്റെ റോസും കോളംസും ഒക്കെ ഇൻഡിപെൻഡന്റ് ആണ് നമ്മൾ ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി റോ ആയാലും അല്ലെങ്കിൽ കോളം ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി രണ്ടും സെയിം ആയിട്ടേ വരും സോ നമുക്കിവിടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് രണ്ട് റോ അല്ലെങ്കിൽ കോളംസ് ഉണ്ട് റോസ് എടുക്കാം നമുക്ക് 2 റോസ് ഉണ്ട് അപ്പോൾ ഇതിന്റെ റാങ്ക് എന്ന് പറയുന്നത് 2 ആയിരിക്കും ഈ മെട്രിക്സിന്റെ കേസിലാണെങ്കിൽ നമുക്ക് റോ ആയാലും റോ നോക്കിയാൽ 1 2 2 4 ആണ് മൾട്ടിപ്പിൾ ആണ് കോളം ആയാലും ഡിപെൻഡന്റ് ആണ് സോ ഇത് ലീനിയർലി ഡിപെൻഡന്റ് ആണ് ഒന്ന് മറ്റൊന്നിനെ ഡിപെൻഡ് ചെയ്തിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവിടെ ഒരാൾ മാത്രമേ ഉണ്ടാവൂ സോ റാങ്ക് 1 ആയിരിക്കും അതാണ് റാങ്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് എന്ന് പറയുന്നത് ഇനിയിപ്പം ഒരു വേറൊരു മെട്രിക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു മെട്രിക്സ് എടുക്കുന്നു ഇതൊരു 2 1 and 4 2 6 3 ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് രണ്ട് റോ ഉണ്ട് 3 കോളം ഉണ്ട് 2/3 മെട്രിക്സ് ആണ് സോ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2 1 ഫസ്റ്റ് കോളം 2 1 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 2 കിട്ടുന്നത് സെക്കൻഡ് കോളം കിട്ടുന്നത് അഗെയിൻ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 6 3 അതായത് തേർഡ് കോളം കിട്ടുന്നത് സോ തേർഡ് കോളവും അതേപോലെ തന്നെ സെക്കൻഡ് കോളവും ഫസ്റ്റ് കോളത്തിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നത് സോ ഇവിടെ ഫസ്റ്റ് കോളം മാത്രമേ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൂ ബാക്കി രണ്ടുപേരും ഈ കോളത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത് സോ നമുക്ക് 1 ആയിരിക്കും റാങ്ക് വരുന്നത് സോ അങ്ങനെയാണ് റാങ്ക് എന്ന് പറയുന്നത് ഇനി ഇതൊക്കെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് നേരത്തെ ചെയ്തതായാലും നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും ഇത് ഈ റോ എന്ന് പറയുന്നത് സെക്കൻഡ് റോ ഫസ്റ്റ് റോന്റെ മൾട്ടിപ്പിൾ ആണ് ഇല്ലെങ്കിൽ ഫസ്റ്റ് കോളം അതിന്റെ മൾട്ടിപ്പിൾ ആണ് സെക്കൻഡ് കോളം ഇവിടെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്പേഴ്സ് പറയാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് ഡിപെൻഡന്റ് ആണ് എന്നൊക്കെ പറയാം ഇനി അങ്ങനെ പറയാൻ പറ്റുന്നതല്ല എങ്കിൽ നമുക്കിതിനെ റെഡ്യൂസ് ചെയ്തിട്ട് നോക്കണം റിഡക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ റാങ്ക് കണ്ടുപിടിക്കുന്നത് അതായത് റിഡക്ഷൻ ചെയ്തിട്ട്
ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എത്ര റോസ് ഉണ്ട് കോളംസ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. സോ റോ റിഡക്ഷൻ ചെയ്തിട്ട് എങ്ങനെ ഇതിൻ്റെ റാങ്ക് കാണാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ മെട്രിക്സ് തന്നത്. സോ ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, റോ റിഡക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് RREFിലേക്കോ REFിലേക്കോ എങ്ങനെ വേണമെങ്കിലും മാറ്റാം. സോ RREF എന്താണെന്ന് അറിയാത്ത ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്കിത് റിഡക്ഷൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് R2 എന്ന് പറയുന്ന റോ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. R2 എനിക്കിവിടെ 0 ആക്കണം. സോ R2 - 2R1 ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഓൾറെഡി 0 ഉണ്ട്. ഞാൻ R4ഉം ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് ചെയ്യാം. R4 reduces to R4 - 3R1. സോ നമുക്ക് അപ്പോൾ കിട്ടുന്ന മാട്രിക്സ് എന്ന് പറയുന്നത് R1 ചേഞ്ച് ഇല്ല, 1 2 1 0. R2 നമ്മൾ ചേഞ്ച് ചെയ്ത് R2 - 2R1 ആണ്. സോ 2 - 2 0 ആവും. സെക്കൻഡ് 4 - 4 again 0 ആവും. 3 - 2 1. നെക്സ്റ്റ് 1 - 0 1 തന്നെ. തേർഡ് റോ ചേഞ്ച് ചെയ്തിട്ടില്ല, 0 1 - 1 2. ഫോർത്ത് റോ R4 - 3R1 ആണ് ചെയ്തത്. 3 - 3 0. നെക്സ്റ്റ് 6 - 3 × 2 6 ആണ്, again 0. 4 - 3 വരും 1. നെക്സ്റ്റ് 1 - 0 ആണത് 1. സോ ഇങ്ങനെയാണ് റെഡ്യൂസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ പൈവറ്റ്സ് എലമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് വന്നു, സെക്കൻഡ് റോയിൽ ഇവിടെയാണ്. ആൻഡ് തേർഡ് റോ സെക്കൻഡ് റോ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ വെക്കാം. ആൻഡ് ഇവിടെയുണ്ട്. ഇത് ചേഞ്ച് ചെയ്താലാണ് ഇത് പൈവറ്റ് എന്ന് പറയും, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഓർഡറിലാണ് പൈവറ്റ്സ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് റോയും ഫോർത്ത് റോയും സെയിം ആണ്, സെയിം റോ ആണ്. അതുകൊണ്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ല. നമുക്ക് വേണമെങ്കിൽ 0 ആക്കാം. അതായത് ഞാനിപ്പോൾ ചെയ്യുന്നത് R4നെ ചേഞ്ച് ചെയ്യുന്നു. R4 - R2 ചെയ്യുന്നു. R4 R2 സെയിം ആണ്. സോ R1 1 2 1 0 തന്നെ, R2 0 0 1 1 തന്നെ. നെക്സ്റ്റ് R3 വരുന്ന 0 1 -1 2 ആണ്. R4 - R2 ചെയ്തു. R4 R2 സെയിം ആണ്. സോ 0 ആയി പോകും. ഓക്കെ, ഇതുവരെ കിട്ടി. ഇനി നമുക്ക് R2 R3 ഉള്ളത് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ചേഞ്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവും R2 R3 തമ്മിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല. 0 0 ഇത് 0 1 ആണ്. 1നെ നമുക്ക് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. എന്നാൽ ഇവിടെ 0 ആണ്. ഇതൊരിക്കലും ഡിപ്പെൻഡൻ്റ് ആവില്ല. എന്നാലും നമുക്കിതിനെ R3യും R2യും തമ്മിൽ പരസ്പരം ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ആ ഓർഡറിലൊന്ന് കിട്ടാൻ വേണ്ടി, ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുന്നു. സോ ഇത് 1 2 1 0. R2യും R3യും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു. അപ്പോൾ R3 ആണ് ഇവിടെ വരിക. 0 1 -1 2. ആൻഡ് നെക്സ്റ്റ് 0 0 1 1. ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0 ആണ്. സോ ഇവിടെ പൈവറ്റ്സ് വന്നു, പൈവറ്റ് എലമെൻറ്റ്സ്. ഇത് REFിലാണ്. RREFിലാണെന്നുണ്ടെങ്കിൽ കോളത്തിൽ ഇതും കൂടെ 2 ഒക്കെ 0 ആക്കണം. നമ്മളിപ്പോൾ REFിലാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഉണ്ട് എന്നുള്ളത്. നമുക്ക് വന്നിരിക്കുന്നത് 1 2 1 0. അടുത്തത് 0 1 -1 2 0 0 1 1. വേണമെങ്കിൽ നമുക്കിത് 0 ആക്കി കൊടുക്കാം. ഇവിടെ കോളത്തിൽ 0 ആക്കാം, ഇതൊക്കെ 0 ആക്കാം. അപ്പോഴും ഇവിടെ നമുക്ക് 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ആണ് കിട്ടിയത്. അതായത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്കിവിടെ 3 റോസ് ഉണ്ട്. റോ ഓപ്പറേഷൻസ് ആണ് ചെയ്തത്. ഞാൻ റോസ് ആണ് എടുക്കുന്നത്.
സോ 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. റാങ്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് റോ 0 ആണ്. 0 എപ്പോഴും ഡിപ്പെൻഡൻറ്റ് റോ ആണ്. കാരണം 0നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ആണുള്ളത്. സോ റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. സോ കൺഫ്യൂഷൻസ് മാറ്റാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇതിനെ RREFിലേക്കും കൂടി മാറ്റാം. അത് RREFിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ പൈവേർട്സ് ഉള്ള കോളത്തിൽ പൈവേർട്സ് മാത്രമേ നോൺ സീറോ ആയിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. സോ ഇവിടെ ഈ കോളം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാത്രമേ നോൺ സീറോ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം 0 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 2 നോൺ സീറോ ആയിട്ടുണ്ട്. അപ്പോൾ 2നെ നമുക്ക് 0 ആക്കി കൊടുക്കണം. അതേപോലെ തന്നെ ഈ കോളം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ -1ഉം 1ഉം ഉണ്ട്, അതൊന്ന് മാറ്റി കൊടുക്കണം. സോ അങ്ങനെയാണെങ്കിൽ ഇത് RREFിലേക്കാവും. സോ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. സോ നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തപ്പോൾ 1 2 1 0 0 1 -1 2 നെക്സ്റ്റ് 0 0 1 1 0 0 1 1 ലാസ്റ്റ് റോ 0 ആണ്. ഇത് നമ്മൾ RREFിലേക്കാണ് മാറ്റുന്നത്. RREF അറിയില്ലെങ്കിൽ പ്രീവിയസ് വീഡിയോസ് നോക്കിയാൽ മതി, അതിലേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് വേണ്ടത് ഈ ഒരു എലമെൻറ്റിനെ 0 ആക്കുകയാണ് വേണ്ടത്. സോ അതായത് 2 എന്ന് പറയുന്നത് 0 ആവണം. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് ഇവിടെ എഴുതുവാണ്. റോ ഓപ്പറേഷൻ R1 ചേഞ്ചസ് ടു R1 മൈനസ് 2R2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 1 ചേഞ്ച് ആവില്ല, ഇവിടെ 0 ആണ്. സോ അപ്പോൾ 1 മൈനസ് 0 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 തന്നെ കിട്ടും. അപ്പോൾ ഇത് 2 മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2 ഇത് 0 ആവും. അതേപോലെ തന്നെ ഇവിടെ 1 ഇവിടെ -1 ഉണ്ട്, ഇവിടെ ചേഞ്ച് ആവും. സോ നമുക്ക് അതൊന്ന് നോക്കാം. ഇവിടെ R1 1 ചേഞ്ച് ആവില്ല, 2 എന്ന് പറയുന്നത് 0 ആവും. 2 മൈനസ് 2 0 ആവും. നെക്സ്റ്റ് ഇവിടെ 1 മൈനസ് -1 ഇൻറ്റു 2 ആണ്. സോ 1 പ്ലസ് 2 ഇവിടെ 3 ആവും. നെക്സ്റ്റ് 0 മൈനസ് 2 ഇൻറ്റു 2 0 മൈനസ് 4 -4 ആവും. R2 അങ്ങനെ തന്നെ വെക്കാം. 0 1 -1 2 R3 0 0 1 1 0 0 0 0. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇവിടെ ഇപ്പം എല്ലാം കോളത്തിലും പൈവട്ടുള്ള കോളം 0 ആണ്. ഇവിടെ ഇപ്പോൾ കോളം ബാക്കി എല്ലാ എലമെൻസും 0 ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പൈവട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് -1നെയും 3നെയും 0 ആക്കണം. സോ അത് മാത്രമേ വേണ്ടൂ. നമുക്ക് 4th റോയിൽ പൈവേർട്സ് ഒന്നുമില്ല, 0 റോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ -1നെ 0 ആക്കണം. -1നെ 0 ആക്കാൻ +1 ചെയ്താൽ മതി, താഴത്തതുമായിട്ട് ആഡ് ചെയ്താൽ മതി. ഇവിടെ ഒന്നും വ്യത്യാസം വരില്ല. 1 + 0 ആണ്, 0 + 0 ആണ്. സോ -1 + 1 ഇവിടെയുള്ള വ്യത്യാസം നമുക്ക് വിഷയമല്ല, നമ്മൾ പ്രശ്നമല്ല അത്. സോ അതുപോലെ തന്നെ 3നെ നമുക്ക് 0 ആക്കണം. നമുക്കത് ചെയ്യാം. അടുത്ത ഓപ്പറേഷൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ R2 ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. R2നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് R2 + R3 ഇട്ടിട്ടാണ്. കാരണം -1 + 1 0 ആക്കി കൊടുക്കുന്നു. നെക്സ്റ്റ് നമുക്ക് R1 ചേഞ്ച് ചെയ്യണം. R1ലെ 3 ആണ് മാറ്റേണ്ടത്. 3 -3 കൊടുത്താൽ മതി. സോ R1 -3 ഇൻറ്റു R3 ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സ് ഇങ്ങനെ റെഡ്യൂസ് ആവും. സോ ഫസ്റ്റ് റോ നമുക്ക് റെഡ്യൂസ് ആവുന്നത് ഫസ്റ്റ് 1 -3 ഇൻറ്റു ഇവിടെ 0 ആണ്, അത് മാറ്റം വരില്ല, 1 തന്നെ. അടുത്ത 0 ആണ്, അതിനും മാറ്റം വരില്ല, കാരണം ഇവിടെയും 0 ആണ്. സോ 3 -3 ഇൻറ്റു 1 3 -3 0 ആയി. നെക്സ്റ്റ് -4 -1 ഇൻറ്റു 3 -4 -3 -7 ആയി. നെക്സ്റ്റ് R2 ചേഞ്ചസ് ടു R2 + R3 0 + 0 0 1 + 0 1 -1 + 1 0 2 + 1 3 ഇങ്ങനെയാണ് ചേഞ്ച് ആയത്. R3 നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല, R4ഉം ചേഞ്ച് ചെയ്തിട്ടില്ല, R4 0 ആണ്. സോ നമ്മളിപ്പം പൈവേർട്സ് ഉള്ള കോളംസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും 0 ആണ്. പൈവേർട്സ് മാത്രമേ നോൺ 0 ആയിട്ടുള്ളൂ. പൈവേർട്ട് എലമെൻറ്റ്
1 ആണ് ലീഡിങ് എലമെൻ്റ് അല്ലെ പൈവറ്റ് എലമെൻറ്റ് 1 ആണ്, ബാക്കി എല്ലാവരും 0 ആയിട്ടുണ്ട്. സോ ഇപ്പോൾ ഉള്ളത് RREFലാണ്, റോ റിഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലാണുള്ളത്. അപ്പോഴും നമുക്കറിയാം ഇവിടെ നോൺ സീറോ ആയിട്ട് 1 2 3 നോൺ സീറോ റോസ്. RREFൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നോൺ സീറോ റോ എടുത്താൽ മതി. 0 റോ ഒന്നേ ഉള്ളൂ, നോൺ സീറോ ആയിട്ട് വരുന്നത് ഇവർ 3 പേരാണ്. സോ RREFലാണുള്ളത്, നോൺ സീറോ റോ മാത്രം ചെക്ക് ചെയ്യാം. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നോൺ സീറോ റോ ഉണ്ട്? 3 റോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3 ആണ്. നമുക്ക് ഓൾറെഡി കിട്ടി. REFൽ ചെയ്താലും നമുക്കിങ്ങനെ നോൺ സീറോ എടുത്താൽ മതി. അപ്പം ഞാൻ ഇന്ന് RREFലേക്ക് കാണിച്ചു എന്നേ ഉള്ളൂ. RREFൽ എടുത്താലും ഇങ്ങനെ തന്നെ വരും, കുറച്ചുകൂടെ ക്ലിയർ ആവും പൈവറ്റ് എലമെൻറ്റ് ഇങ്ങനെ. സോ നിങ്ങൾ REFൽ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് റാങ്ക് കാണാം. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോൺ സീറോ റോസ് എടുത്താൽ മതി. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3 ആയിട്ട് കിട്ടും. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് റോ സ്പേസ് അതുപോലെ തന്നെ കോളം സ്പേസ് ഇതിൻ്റെ പ്രോബ്ലംസും കൂടെ ചെയ്ത് നോക്കാം. സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.